നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് സാംസങ് ഏറ്റവും പുതുതായി പുറത്തിറക്കിയിരിക്കുന്ന സാംസങ് ഗാലക്സി A73 5G എന്ന സ്മാർട്ട് ഫോണിന്റെ വിശേഷങ്ങളാണ്. അപ്പോൾ സാംസങ് അടുത്തിടെ പുറത്തിറക്കുന്ന സ്മാർട്ട് ഫോണുകളുടെ ബോക്സിന്റെ പ്രത്യേകത നമുക്കറിയാം. വളരെ ചെറിയൊരു ബോക്സാണ്, നമുക്ക് വളരെ കനം കുറഞ്ഞൊരു ബോക്സാണ്. അപ്പോൾ ഇവിടെ സാംസങ് ഗാലക്സി A73 5Gയിലും കാര്യങ്ങൾ മറിച്ചല്ല. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമുക്കറിയാം, സാംസങ്ങിന്റെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ലെവൽ സീരീസ് ആയിട്ടുള്ള എസ് സീരീസിലെ 108 മെഗാ പിക്സലിൻ്റെ സെൻസർ ഇവിടെ ഒരു സീരീസിലേക്ക് ആദ്യമായി കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ 108 മെഗാ പിക്സലിൻ്റെ അത്രയും ഹയർ മെഗാ പിക്സൽ ക്വാളിറ്റിയുള്ള ഫോട്ടോകളും വീഡിയോകളും ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്ന സീരീസിലെ ആദ്യ സ്മാർട്ട് ഫോൺ എന്ന പ്രത്യേകതയുമായിട്ട് വന്നിരിക്കുന്ന സാംസങ് ഗാലക്സി A73 5G എന്ന സ്മാർട്ട് ഫോൺ നമുക്ക് അൺബോക്സ് ചെയ്ത് എന്തൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളെന്നും എന്തൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ബോക്സിനകത്തുള്ളതെന്നും നമുക്ക് പരിശോധിക്കാം. അൺബോക്സ് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ചെറിയ ഈ 2 സ്റ്റിക്കർ ഇതുപോലെ നമ്മളൊന്ന് ഒഴിവാക്കുന്നു. പക്ഷേ ചാർജർ ഒഴിവാക്കിയത് കൊണ്ട് തന്നെ ബോക്സിൻ്റെ വലിപ്പം കുറയും. പക്ഷേ ബോക്സ് കാണാതെ കൊണ്ട് തന്നെ കുറച്ച് ക്യൂട്ടാണെന്ന് പറയാതെ വയ്യ. ഫോൺ ആണ് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇരിക്കുന്നത്. നമുക്ക് ഫോൺ തൽക്കാലം മാറ്റി വയ്ക്കാം. വേറെ അധികമായിട്ടൊന്നുമില്ല. ഒരു പേപ്പർ ബോക്സ്. ഈ പേപ്പർ ബോക്സിനകത്ത് ഇതുപോലെ സിം ഇജക്ടർ പിൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ വേറെ ഉള്ളതെന്ന് പറയുന്നത് ഇതിനകത്തുള്ള യൂസർ മാനുവൽ, വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ, അതുപോലെ ചാർജിങ്ങിനായിട്ടൊരു കേബിൾ നൽകിയിട്ടുണ്ട്. അത് ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിളാണ്. ഇത്തരത്തിലൊരു ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിളാണ് നൽകിയിരിക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ ഒരു ടൈപ്പ് സി കേബിൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചാർജർ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്കിത് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കൂ. അതല്ലെങ്കിൽ നമ്മളൊരു ചാർജർ, ഇതിന് സ്യൂട്ടാവുന്നൊരു ചാർജർ അഡീഷണലായിട്ട് വാങ്ങുകയും വേണം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബോക്സിനകത്ത് ഉള്ളത്. നമുക്ക് ഫോണിലേക്ക് വരാം. ഫസ്റ്റ് കയ്യിലെടുക്കുമ്പോൾ തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്ലാസ്റ്റിക് റാപ്പ് ഒന്ന് ഒഴിവാക്കട്ടെ. യെസ്, നല്ല അടിപൊളി കളറാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു സ്റ്റിക്കർ കൂടിയുണ്ട്, അതും ഒഴിവാക്കുന്നു. ഇവിടെ ഇതുപോലെ സാംസങ് എന്ന് എഴുതിയിട്ടുണ്ട്. ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് മൊത്തത്തിൽ 4 ക്യാമറകൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു LED ഫ്ലാഷ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. വളരെ ലൈറ്റ് വെയിറ്റ്, കൃത്യമായിട്ട് പറഞ്ഞാൽ വെറും 181 ഗ്രാം ഭാരം മാത്രം. അതുപോലെ വളരെ സ്ലീക്കായിട്ടുള്ള ഡിസൈനാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത്. വെറും 7.6 മില്ലിമീറ്റർ മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കനം. മൊത്തത്തിൽ ഒരു ഇൻ ഹാൻഡ് ഫീൽ പറഞ്ഞാൽ അടിപൊളി എന്നേ പറയാനുള്ളൂ. മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ. അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഒരു യൂണി ബോഡി ഡിസൈനാണ്. അതായത് ഈ ഒരു ക്യാമറ മൊഡ്യൂളൊന്നും സെപ്പറേറ്റ് ഒരു എൻറ്റിറ്റി ഒന്നുമല്ല, ഒറ്റ മോൾഡിനകത്താണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അടുത്തിടെ വന്ന സാംസങ്ങിൻ്റെ മറ്റ് പല സ്മാർട്ട് ഫോണുകളും ഇതേ ഡിസൈനിൽ വന്നിട്ടുണ്ട്. ഈവൻ സാംസങ്ങിൻ്റെ മുൻ ഈ A73 5Gയുടെ മുൻ A72 ഒക്കെ കാണാൻ ഏതാണ്ട് ഐഡൻറ്റിക്കൽ തന്നെയായിരുന്നു. എന്തായാലും മനോഹരമായിട്ടുള്ളൊരു ഡിസൈൻ. അത്രയും മനോഹരമായ ഒരു ഡിസൈൻ ആയതുകൊണ്ടാണല്ലോ സാംസങ് അവരുടെ മറ്റ് ഫോണുകളിലും ആ ഒരു ഡിസൈൻ പിന്തുടരുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ സാംസങ് ഗാലക്സി എന്നും പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്നും എഴുതി കാണിക്കുന്നു. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറയ്ക്ക് ഏറെ പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ക്യാമറ ഫീച്ചറിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യം പറഞ്ഞതുപോലെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറ, അതായത് 108 MB ക്യാമറ വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നു. എസ് സീരീസിലേക്ക് ഉള്ള അതേ ക്യാമറ സെറ്റപ്പ് ഇവിടെ സീരീസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു A73 5G എന്ന ഫോണിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു 108 മെഗാ പിക്സലിൻ്റെ ആ ഒരു പ്രൈമറി സെൻസർ കൂടാതെ 12 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. 5 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ സെൻസറും 5 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്ത് സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ 32 മെഗാ പിക്സലിൽ ഒരു സെൻറ്റർ പഞ്ച് ഹോൾ ക്യാമറയാണ് സെൽഫി ക്യാമറയായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യാമറ സെറ്റപ്പ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. പക്ഷേ A72 ഇതിൻ്റെ മുൻഗാമിയിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ വ്യത്യാസം, ടെലിഫോട്ടോ സെൻസർ ഒഴിവാക്കി. പകരം ഇതിനകത്ത് മാക്രോയും ഡെപ്തും ഈ ഒരു ഫോണിനകത്തുണ്ട്. ടെലിഫോട്ടോ ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ടെലിഫോട്ടോ ഒന്നും അങ്ങനെ അധികം ആരും ഉപയോഗിക്കുന്ന ഒരു ക്യാമറ സെൻസർ അല്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ക്യാമറ സെറ്റപ്പ്. അപ്പോൾ ഷേക്ക് തീരെ ഇല്ലാത്ത മികച്ച സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോകൾ നമുക്ക് ഇതിൻ്റെ പ്രൈമറി സെൻസർ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാൻ സാധിക്കും. കാരണം ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ തന്നെയാണ്, ഇലക്ട്രോണിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ അല്ല കൊടുത്തിരിക്കുന്നത്. സാധാരണ DSLR ക്യാമറയിലേക്ക് കൊടുക്കുന്ന സ്റ്റെബിലൈസേഷനാണ് ഈ ഒരു ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. അത് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ ക്യാമറയുടെ വീഡിയോ കോൾ
ക്വാളിറ്റി, റെസൊല്യൂഷൻ, മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് ബാക്ക് ക്യാമറയ്ക്ക് കൊടുത്തിരിക്കുന്ന മാക്സിമം റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 4K 30 ആണ്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് മാക്സിമം 4K 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചും ബാക്ക് ക്യാമറ ഉപയോഗിച്ചും ഒരേ റെസൊല്യൂഷൻ 4K 30 മാക്സിമം ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഒരു മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് വ്ളോഗൊക്കെ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. കാരണം പ്രൈമറി സെൻസർ 108 MB ഉണ്ട്, 4K റെസൊല്യൂഷൻ സപ്പോർട്ട് ഫ്രണ്ട് ക്യാമറയ്ക്കും ബാക്ക് ക്യാമറയ്ക്കും കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഇതേ ഫോണിൻ്റെ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണുകൾ പോലും പലപ്പോഴും ഫ്രണ്ട് ക്യാമറയിൽ 4K റെസൊല്യൂഷൻ പലപ്പോഴും കൊടുത്ത് കാണാറില്ല. പക്ഷേ ഇവിടെ രണ്ട് ക്യാമറകളിലും ഇത്തരത്തിൽ 4K റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. അടുത്തതായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മറ്റൊരു പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ്. നമുക്കറിയാം സാംസങ് ഫോണുകൾ ഡിസ്പ്ലേ എപ്പോഴും പക്കയാണ് അല്ലേ. സൂപ്പർ AMOLED ഡിസ്പ്ലേ വിത്ത് 120 Hz റിഫ്രഷ് റേറ്റ്. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ മാക്സിമം റിഫ്രഷ് റേറ്റ് 120 Hz റിഫ്രഷ് റേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിട്ടുണ്ട്. അതും സൂപ്പർ AMOLED ഡിസ്പ്ലേ. ഈ ഒരു ഫോണിൻ്റെ സ്ക്രീൻ സൈസ് പറഞ്ഞാൽ 6.7 ഇഞ്ചിൻ്റെ സ്ക്രീൻ സൈസാണ് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഒരു മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ, എക്കാലത്തെയും സാംസങ് ഫോണുകളുടെ പ്രധാനപ്പെട്ട ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുടെ ഡിസ്പ്ലേ പോലെ തന്നെ മനോഹരമായിട്ടുള്ള സൂപ്പർ AMOLED വിത്ത് 120 Hz റിഫ്രഷ് റേറ്റ്. പക്ഷേ ഈ ഒരു ഫോണിൻ്റെ റിഫ്രഷ് റേറ്റ് 120 Hz ഉണ്ടെങ്കിലും ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ, സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ മാത്രം നൽകി കാണാറുള്ള അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടില്ല. അതായത് അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 1 to 120 Hz വരെ റിഫ്രഷ് റേറ്റ് വേരി ചെയ്യുന്ന തരത്തിലല്ല, ഇവിടെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു റിഫ്രഷ് റേറ്റാണ്. അങ്ങനെ ഒരു ഫിക്സ്ഡ് റിഫ്രഷ് റേറ്റ് ആകുന്നത് കൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി സാധാരണ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റിനേക്കാൾ കുറച്ചുകൂടി ബാറ്ററി കൺസംഷൻ കൂടുതലായിരിക്കും. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ സ്ക്രീനിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഫുൾ HD+ റെസൊല്യൂഷനാണ് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മറ്റൊരു പ്രത്യേകതയുണ്ട്. ഫോട്ടോഗ്രാഫിയിൽ ഒബ്ജക്റ്റ് ഇറേസർ എന്ന് പറയുന്ന ഒരു ഫീച്ചർ സാംസങ് നൽകിയിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുത്തൊരു ഫോട്ടോ ആണ്, ഇവിടെ ഒരു ലെൻസിൻ്റെയും ഇവിടെ റിമോട്ടിൻ്റെയും ഫോട്ടോ ആണ് ഒരുമിച്ച് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഈ ഫോട്ടോ എടുത്തപ്പോൾ എനിക്ക് ഇവിടെ ഈ റിമോട്ടിൻ്റെ ഫോട്ടോ വേണ്ടെങ്കിൽ എനിക്ക് അത് മാത്രമായിട്ട് ഈ ഒരു ഫോട്ടോയിൽ നിന്ന് എഡിറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. അതിന് ഇവിടെ ഈ ഒരു 3 ഡോട്ടിൽ വന്നതിന് ശേഷം ഒബ്ജക്റ്റ് ഇറേസർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്ത് നമുക്ക് വേണ്ടാത്ത ആ ഒരു ഒബ്ജക്റ്റ് ഇതുപോലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ഇറേസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ ബൂം, ആ ഒരു ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നല്ല പക്ക പെർഫെക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഇത് അടുത്തിടെ വന്ന ഗൂഗിളിൻ്റെ പിക്സൽ ഫോണിലൊക്കെ ഈ ഒരു ഫീച്ചർ ഇൻബിൽറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ഒബ്ജക്റ്റിനെ ഇറേസ് ചെയ്യുന്നത് ഞാൻ അതിൽ കണ്ടില്ല. സത്യസന്ധമായിട്ട് പറയുന്നത്, ഞാനത് എൻ്റെ ഡെയിലി ഡ്രൈവറായിട്ട് ഉപയോഗിക്കുന്ന ഫോൺ ആയതുകൊണ്ടാണ് പറയുന്നത്. ഇതിനകത്ത് പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ഒബ്ജക്റ്റ് ഇറേസ് ചെയ്തു എന്നുള്ളത് എടുത്ത് തന്നെ പറയട്ടെ. അപ്പോൾ അങ്ങനെ ഒരു ഫീച്ചറും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സാംസങ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ആൻഡ്രോയിഡ് 12 ലേറ്റസ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് 12 തന്നെയാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല സാംസങ്ങിൻ്റെ സ്വന്തം യൂസർ ഇൻ്റർഫേസിൻ്റെയും ലേറ്റസ്റ്റ് വെർഷൻ ഓൺ UI 4.1 തന്നെ നൽകിയിരിക്കുന്നു എന്നുള്ളതും പ്രത്യേകതയാണ്. അവിടം കൊണ്ടൊന്നും തീരുന്നില്ല. ഇന്ന് മിക്ക ബ്രാൻഡുകളും ചെയ്യാത്ത ഒരു കാര്യം സാംസങ് അവരുടെ ഇത്തരം മികച്ച ഫോണുകൾ നൽകുന്നുണ്ട്. അതായത് 4 വർഷത്തെ പ്രധാനപ്പെട്ട ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ സാംസങ് നൽകുന്നു. അത് ഈ ഒരു ഫോണിനകത്ത് നൽകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഫോണിനകത്ത് ആൻഡ്രോയിഡ് 12 ആണ്. ആൻഡ്രോയിഡ് 16 വരെയുള്ള അപ്ഡേറ്റുകൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ലഭിക്കും. അവിടെ കൊണ്ടും തീരുന്നില്ല, 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും നമുക്ക് ഈ ഒരു ഫോണിനകത്ത് സാംസങ് നൽകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു 5 വർഷം ഈ ഒരു ഫോൺ ഇപ്പോൾ വാങ്ങിയാൽ ഒരു 5 വർഷം വരെയും വളരെ ഫ്രഷ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ഫോണിൻ്റെ മറ്റൊരു പ്രത്യേകത. കൂടാതെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് ഇത്തരത്തിൽ ഇൻ ഡിസ്പ്ലേയിൽ തന്നെ നൽകിയിട്ടുണ്ട്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ഫോണുകൾ പോലും പലപ്പോഴും AMOLED ഡിസ്പ്ലേ ആണെങ്കിലും പ്രൈസ് കുറയ്ക്കുന്നതിന് വേണ്ടി ഫിംഗർ പ്രിൻറ്റ് സൈഡ് മൗണ്ടഡായിട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ എന്തായാലും ഇൻ ഡിസ്പ്ലേ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പൊസിഷനിങ് എനിക്കൊരു കുറച്ച് താഴെയായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ വിരൽ കണ്ടില്ലേ, ഇത് കുറച്ചൊന്ന് ബെൻഡ് ചെയ്ത് വേണം കൊടുക്കാൻ. കുറച്ച് ഇവിടെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. എന്ത് തന്നെ ആയാലും ഈ ഒരു ഫിംഗർ പ്രിൻറ്റ് നല്ല റെസ്പോൺസീവാണ്. കണ്ടില്ലേ, വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫിംഗർ പ്രിന്റ് ഇതിനകത്ത് എൻറോൾ ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. NFC സപ്പോർട്ട് നൽകിയിട്ടുള്ള ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ മറ്റൊരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് IP67 വാട്ടർ റെസിസ്റ്റൻസ് ആണ്. അതായത് നമുക്ക് ഏത് മഴയത്തും ഏത് വെള്ളത്തിലും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാമെന്നുള്ളതാണ്. ഈവൻ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫിക്ക് പോലും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാം. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്വിമ്മിംഗ് പൂളിനകത്ത് ആ വെള്ളത്തിനുള്ളിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോകളൊക്കെ എടുക്കാൻ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സാധിക്കും എന്നുള്ളതും പ്രത്യേകതയാണ്. സാധാരണ
ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോണുകൾ പോലും പലപ്പോഴും മിസ് ചെയ്യപ്പെടുന്ന ചില ഫീച്ചറുകളാണ് ഇതുപോലെ IP67 വാട്ടർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്തായാലും അത് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിട്ടില്ല. അതുകൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ, അതായത് സാംസങ്ങിൻ്റെ ഒരു S സീരീസ് ആയി തന്നെ പിന്നെ പേര് മാറ്റേണ്ടി വരും. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ വയർലെസ് ചാർജിങ് സപ്പോർട്ട് കൊടുക്കാതിരുന്നത്. എന്തായാലും IP67 വാട്ടർ റെസിസ്റ്റൻസ് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു ഓഡിയോ വീഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫോണിനകത്ത് സ്റ്റീരിയോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്, അതൊരു വലിയ കാര്യമാണ്. അതുപോലെ സൗണ്ട് നല്ല ലൗഡാണ്, നല്ല ക്വാളിറ്റിയുള്ള സൗണ്ടാണ്, സൗണ്ടിൻ്റെ ബാലൻസ് ഓക്കെയാണ്. മനോഹരമായിട്ടുള്ള ഒരു ഓഡിയോ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. ഫോണിൻ്റെ വീഡിയോ ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, അതിമനോഹരമായിട്ടുള്ള വീഡിയോ ക്വാളിറ്റി. സാംസങ്ങിൻ്റെ ഫോണുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ അതിൻ്റെ ഒരു ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയാണ്. അത് ഈ ഒരു ഫോണിനകത്ത് അതുപോലെ തന്നെ നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെയും മികച്ച ഒരു വീഡിയോ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള OTT പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നമുക്ക് HDR കണ്ടന്റുകൾ പോലും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ആസ്വദിക്കാൻ സാധിക്കും. ഈ ഒരു ഫോണിൻ്റെ സിം ട്രേ ഏത് ടൈപ്പാണെന്ന് കൂടി നോക്കാം. ഫോണിൻ്റെ സിം ട്രേ വന്നിട്ട് ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. ഒരേ സമയം നമുക്ക് 2 നാനോ സിം കാർഡുകളോ അല്ലെങ്കിൽ ഒരു നാനോ സിം കാർഡും ഒരു മെമ്മറി കാർഡും ഒരുമിച്ച് ഉപയോഗിക്കാം. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൻ്റെ 778G 5G എന്ന 5G പ്രോസറാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ 5G പ്രോസർ എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്, എത്ര 5G ബാൻഡ് സപ്പോർട്ട് ഈ ഒരു ഫോൺ നൽകുമെന്ന്. 9 5G ബാൻഡുകളുടെ സപ്പോർട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് നിലവിൽ സാംസങ്. അതുപോലെ 2 വേരിയൻ്റാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്, 8GB 128GB 8GB 256GB. എൻ്റെ അഭിപ്രായത്തിൽ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള 8GB 128GB എന്നുള്ള വേരിയൻ്റ് തന്നെ സഫീഷ്യൻ്റ് ആണ്. നമുക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് സാംസങ് അയച്ചതും 8GB 128 തന്നെയാണെന്ന് ഓർമ്മിച്ചുകൊള്ളട്ടെ. അതുപോലെ ഈ ഒരു സ്നാപ്ഡ്രാഗൺ 778G 5G എന്ന പ്രോസസ്സറിൻ്റെ ഒരു പെർഫോമൻസിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ANTUTU സ്കോർ പരിശോധിച്ചാൽ ഏകദേശം 4,90,000-ത്തിലധികമാണെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ന് വരെ ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പെർഫോമൻസ് കൂടിയ ഫോണുകൾ പോലും മാക്സിമം ANTUTU സ്കോർ എന്ന് പറയുന്നത് 1 മില്യൺ ആണ്. അപ്പോൾ ആ 1 മില്യൺ വരെയുള്ള ആ ഒരു കണക്കിൽ ഈ ഒരു 4,90,000 5 ലക്ഷം എന്ന് പറയുന്നത് മിഡിൽ വരുന്നതാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു മീഡിയം പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ് A73 5G എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഗെയിമൊക്കെ കളിക്കുമ്പോഴൊന്നും മറ്റ് ഇഷ്യൂസൊന്നുമില്ല, നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടും. ഈവൻ നമുക്ക് സാധാരണ നമ്മളുടെ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും ഒന്നും ഈ ഒരു ഫോണിനകത്ത് മറ്റ് ഇഷ്യൂസോ ലാഗോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും വരില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സാംസങ്ങിൻ്റെ ആ ഒരു UI കൂടി ചേരുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. അടുത്തായിട്ട് ഫോണിൻ്റെ ബാറ്ററി സൈഡിലേക്ക് വന്നാൽ 5000 mAh ബാറ്ററി തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് എന്ന് പറയുന്നത് 25 വാട്ടാണ് മാക്സിമം സപ്പോർട്ട്. പക്ഷേ ഫോണിൻ്റെ ബോക്സിനോടൊപ്പം ചാർജർ നൽകിയിട്ടില്ല എന്നുള്ളത് ആദ്യമേ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇന്ന് വരുന്ന എനിക്ക് തോന്നുന്നു ഏത് സാംസങ് ഫോൺ എടുത്താലും, ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങുന്ന ഏത് സാംസങ് ഫോൺ എടുത്താലും അതിനോടൊന്നും തന്നെ ഈ ഒരു ചാർജർ നൽകി വരുന്നതില്ല. ഈവൻ ഒരു 15,000 രൂപ റേഞ്ചിലുള്ള സാംസങ്ങിൻ്റെ ബജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോൺ അടുത്തിടെ പുറത്തിറക്കിയതിൽ പോലും ചാർജർ സാംസങ് ഒഴിവാക്കിയിരുന്നു. എന്ത് തന്നെയായാലും മറ്റ് ബ്രാൻഡുകളൊക്കെ ഇനി ആ ഒരു രീതിയിലേക്ക് പോകുന്ന ഒരു കാലം അതിവിദൂരമല്ല എന്ന് ഓർമ്മിക്കട്ടെ. അതുപോലെ ഇത് ചാർജിങ്ങിനായിട്ട് ഇത്തരത്തിൽ USB Type-C ചാർജിങ് പോർട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു സ്പീക്കർ ഗ്രില്ല് കാണാം, ഇവിടെ ഒരു മൈക്രോഫോൺ താഴെയായിട്ട് കാണുന്നുണ്ട്. അതുപോലെ വലത് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഇതുപോലെ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും കാണാം. മുകളിലായിട്ടാണ് ഫോണിൻ്റെ സിം ട്രേ നൽകിയിരിക്കുന്നത്. ഇടത് സൈഡിൽ ഫോണിനകത്ത് കാര്യമായിട്ട് യാതൊന്നും തന്നെ നൽകിയിട്ടില്ല. അതുപോലെ ഈ ഫോണിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് റേഞ്ചിൽ ഒരു ഗ്ലാസ് ബോഡി കിട്ടുന്ന ഫോണുകളുണ്ട്, പക്ഷേ ഇവിടെ പ്ലാസ്റ്റിക് ആണ്. എന്നിരുന്നാലും അത് ആ ഒരു പ്ലാസ്റ്റിക് ബോഡി കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഒരു ഫോണിനകത്ത് ഇത്രയും വെയിറ്റ് കുറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. ഗ്ലാസ് ബോഡിയൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി വെയിറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പ്ലാസ്റ്റിക് ബോഡി ആയതുകൊണ്ട് തന്നെ പോറൽ വീഴാനുള്ള സാധ്യത കൂടുതലുണ്ട്. നമ്മളൊരു കേസ് വാങ്ങി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഫോണിൻ്റെ ബോക്സിനോടൊപ്പം കേസ് ഇല്ല എന്ന് ഓർമ്മിക്കട്ടെ. അതുപോലെ ഈ ഇടയ്ക്ക് കാണുന്ന ഈ ഒരു ഫ്രെയിം ഉണ്ടല്ലോ, ഈ ഒരു ഫ്രെയിമും മെറ്റാലിക് ഫ്രെയിം അല്ല, ഒരു പ്ലാസ്റ്റിക് ഫ്രെയിം തന്നെയാണ് ഫോണിനകത്ത് നൽകിയിരിക്കുന്നതെന്ന് ഓർമ്മിച്ചോളട്ടെ. അപ്പോൾ അടുത്തതായിട്ട് ഫോണിൻ്റെ പ്രൈസിംഗ് ആണ് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൈസിങ്ങിലേക്ക് കയറുന്നതിന് മുമ്പ് ഈ ഒരു ഫോണിൻ്റെ മൊത്തത്തിലുള്ള ഈ ഒരു അൺബോക്സ് ചെയ്ത ഈ മിനിറ്റുകളുടെ ആ സമയത്ത് എനിക്ക് ലഭിച്ച ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ബലത്തിൽ ഞാനൊരു അനാലിസിസ് പറഞ്ഞാൽ ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആദ്യം തൊട്ടേ ഞാൻ പറഞ്ഞ പോലെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറ പെർഫോമൻസ് വിത്ത് 108 MP ക്യാമറ ഇല്ലേ, ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡിസ്പ്ലേ,
സൂപ്പർ ആമോ LED ഡിസ്പ്ലേ വിത്ത് 120 Hz റിഫ്രഷ് റേറ്റ്. അതുപോലെ പിന്നീട് പറഞ്ഞാൽ ഒരു പെർഫോമൻസ് പറഞ്ഞാൽ ഒരു മീഡിയം ലെവൽ പെർഫോമൻസ് ആണ് നൽകുന്നത്. ബാറ്ററി സൈഡ് ഓക്കെ ആണ്. 5000 mAh വിത്ത് 25 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. അതുപോലെ IP67 വാട്ടർ റെസിസ്റ്റൻസ് കൊടുത്തിരിക്കുന്നു. പക്ഷേ ഈ ഒരു ഫോണിനകത്ത് മിസ്സിംഗ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് നൽകിയിരിക്കുന്നു എന്നുള്ളതും ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഒരു വയർലെസ് ചാർജിങ് സപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളതും മാത്രമാണ് എനിക്കൊരു കുറവായിട്ട് വേണമെങ്കിൽ പറയുന്നത്. അതിനകത്ത് ആ ഒരു വയർലെസ് ചാർജിങ് സപ്പോർട്ട് വലിയ കുറവല്ല, പക്ഷേ ബാക്ക് സൈഡ് വേണമെങ്കിൽ ഗ്ലാസ് കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. ഇത് മാത്രമേ എനിക്ക് ഇതിനകത്തൊരു കുറവായിട്ട് ഫീൽ ചെയ്തുള്ളൂ. ഇതിനകത്തുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റും ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് വെർഷനും ഒക്കെ അതിമനോഹരം തന്നെയാണ്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ അതിമനോഹരം തന്നെയാണെന്ന് ഓർമ്മിപ്പിക്കട്ടെ. അടുത്തായിട്ട് നമുക്ക് ഫോണിൻ്റെ പ്രൈസിങ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിങ് പറഞ്ഞാൽ 8GB 128ൻ്റെ നമ്മൾ സാംസങ്ങിൻ്റെ സൈറ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള പ്രൈസ് എന്ന് പറയുന്നത് 41,999 രൂപയാണ്. പക്ഷേ നമുക്ക് ICICI ബാങ്കിൻ്റെയോ അല്ലെങ്കിൽ SBIയുടെയോ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്താൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് 3000 രൂപ ക്യാഷ് ബാക്ക് ലഭിക്കും. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് 38,999 രൂപയ്ക്ക് ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റ് വാങ്ങാം. അപ്പോൾ SBIയുടെ കാർഡൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു 3000 രൂപയുടെ ക്യാഷ് ബാക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നേടാനും സാധിക്കും. അപ്പോൾ എഫക്റ്റീവ് പ്രൈസ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് 38,999 രൂപയ്ക്ക് വാങ്ങാം. ഹയർ വേരിയൻ്റ് ആണെങ്കിൽ എഫക്റ്റീവ് പ്രൈസ് ആയിട്ട് ഈ പറഞ്ഞതുപോലെ 41,999 രൂപയ്ക്കും വാങ്ങാം. കൂടാതെ ഒരു ഓഫർ കൂടി സാംസങ് വെക്കുന്നുണ്ട്. 7,990 രൂപയുടെ സാംസങ് ഗാലക്സി ബഡ്സ് ലൈവ് എന്ന ഹെഡ്സെറ്റ് നമുക്ക് വെറും 499 രൂപ കൂടി ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യുമ്പോൾ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാം എന്നുള്ള ഒരു ഓഫറും ഈ ഫോണിനോടൊപ്പം സാംസങ് നൽകുന്നുണ്ട്. അതുമാത്രമല്ല, സാംസങ് ഫിനാൻസ് എടുത്തുകൊണ്ട് ഈ ഒരു ഫോൺ വാങ്ങിയാൽ 2000 രൂപയുടെ ഒരു ക്യാഷ് ബാക്കും സാംസങ് നൽകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആ ഒരു SBIയുടെ കാർഡ് അല്ലെങ്കിൽ ICICI ബാങ്കിൻ്റെ കാർഡ് മാത്രം ഉപയോഗിച്ച് പർച്ചേസ് ചെയ്താൽ പോലും 3000 രൂപയുടെ ക്യാഷ് ബാക്ക് ഈ ഒരു ഫോണിനകത്ത് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്യാഷ് ബാക്ക് ലഭിക്കുന്ന ആ ഒരു പ്രൈസ് എന്ന് പറയുന്നത് വളരെ മികച്ചൊരു പ്രൈസിംഗ് ആണെന്ന് ഓർപ്പെടുത്തിക്കൊണ്ട് ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്. ബൈ.